ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പം നമ്മുടെ ജാസ്മിൻ്റെ കട്ടച്ചങ്ക് റസ്മിൻ രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പം ജാസ്മിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സീസൺ 6 തുടങ്ങിയത് മുതൽ ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും, ഗബ്രിയെ പോലെ തന്നെ വളരെ കട്ടച്ചങ്കായിട്ട് നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇവർ രണ്ടുപേരും. അപ്പം ഇവരൊക്കെ പോയതിന് ശേഷം മൊത്തത്തിൽ എന്താ പറയുന്നത്, ഒരു ഗ്രൂപ്പിനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവർ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. വിസിബിൾ അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വിസിബിൾ ആയിരുന്നു, എന്നാൽ തനിച്ച് നിന്ന് കളിക്കുന്നു എന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇവർ ഒന്നിച്ചുള്ള കലാപരിപാടികളായിരുന്നു. എല്ലാ കോൺട്രാവേഴ്സികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രേക്ഷകർക്ക് അറിയാം. എന്തായാലും തിരിച്ചെത്തി. അപ്പം ഇതുവരെയും എന്താ പറയുക, മൊത്തത്തിൽ വേറെ ആരും ഈ ജാസ്മിനെ ഒന്നിച്ച് തനിച്ച് ആ ഒരു കൂട്ടത്തിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാവർക്കും തന്നെ അറിയാം. കൂട്ടത്തിൽ നിന്നുകൊണ്ട് നല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെ ആരും കൂട്ടത്തിൽ കൂട്ടുന്ന ഒരു അല്ലെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ജാസ്മിൻ എന്ന് മറ്റ് ഒക്കെ എല്ലാവർക്കും നല്ല വ്യക്തമായ ധാരണകൾ ഉള്ളത് കൊണ്ട് തന്നെ ആരും കൂട്ടിയിരുന്നില്ല. ഒടുവിൽ നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കൂടെ പോയിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ജാസ്മിനെയാണ് കണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കൂട്ടിനും കമ്പനിക്കും ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഗബ്രി വരുമെന്നൊക്കെ നോക്കി കാത്തിരുന്നപ്പോഴാണ് ഇപ്പം റസ്മിൻ എത്തിയിരിക്കുന്നത്. വന്ന ഉടനെ തന്നെ റസ്മിൻ പറയേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് എത്തിച്ചിട്ടുണ്ട്. ഗബ്രിയുമായിട്ട് അധികം കമ്പനി വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ വന്നു കഴിയുമ്പം കൂടുതൽ അടുക്കാൻ നിൽക്കേണ്ട എന്ന രീതിയിലുള്ള ഹിൻറ്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യബിന റാണിയും ഇത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടും മെസ്സേജുകൾ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അത് ബിഗ് ബോസ് അത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. മറ്റു പലർക്കും പറയുന്നതിന് മുമ്പ് തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജാസ്മിനോടടുത്ത് മാത്രം ബിഗ് ബോസിന് ഭയങ്കര സ്നേഹമാണ്. കാര്യങ്ങൾ എത്തിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് വാണിംഗ് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് റസ്മിൻ വന്ന ഉടനെ തന്നെ ജാസ്മിനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ആ ഒരു ഹഗ്ഗിനിടയിൽ ചില കാര്യങ്ങളൊക്കെ അവർ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പിന്നീട് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നതൊന്നും ബിഗ് ബോസ് അതിനകത്ത് കാണിച്ചില്ല. നൈസായിട്ട് ആ ഒരു ഭാഗം അങ്ങോട്ട് മുക്കി മറ്റ് പല ഏരിയയിലേക്കും ക്യാമറ ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മളൊക്കെ കണ്ടത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ടാവണം, അതല്ലാതെ വരത്തില്ലല്ലോ. പിന്നെ മറ്റ് സംഭാഷണങ്ങളിൽ നിന്നും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഹിൻറ്റുകൾ റസ്മിൻ ജാസ്മിന് കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഗബ്രിയുമായിട്ടുള്ള ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അത് പുറത്ത് നെഗറ്റീവായിട്ടാണ്, അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ള രീതിയിലാണ് റസ്മിനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ട വാണിങ്ങുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. ജാസ്മിനെ പറ്റുന്നത് പോലെയൊക്കെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള പല കണ്ടസ്റ്റൻസ് എത്തുമ്പോഴും പല ഹിൻറ്റുകൾ കൊടുക്കുമ്പോഴും ബിഗ് ബോസ് വാൺ ചെയ്യാതിരിക്കുന്നത്. എന്നാൽ മറ്റു പലർക്കും ബിഗ് ബോസ് വേണ്ട രീതിയിലുള്ള വാണിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. എത്രയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് നമ്മൾ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. ലാസ്റ്റ് 1-2 ആഴ്ചകൾ കൊണ്ട് നിങ്ങൾ എത്രത്തോളം ഒരു കണ്ടസ്റ്റൻറ്റിനെ നല്ല രീതിയിലാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകർ ഇതൊന്നും മറക്കാൻ പോകുന്നില്ല. എന്തായാലും അവർ അവരുടെ രീതിയിൽ മാക്സിമം വെള്ള പൂശിക്കൊള്ളട്ടെ, നല്ല രീതിയിലാക്കിക്കൊള്ളട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഡിസേർവ് ആവുന്ന കണ്ടസ്റ്റൻറ്റ് മാത്രമേ ജയിക്കാൻ പോകുന്നുള്ളൂ, അവർക്ക് മാത്രമേ വോട്ടും കൊടുക്കത്തുള്ളൂ. അല്ലാത്ത കൊടുക്കുന്നവരൊക്കെ കൊടുത്തുകൊള്ളട്ടെ, എന്നാൽ വിൻ ചെയ്യുന്നത് ഒരാൾ മാത്രമാകും. അത് ഡിസേർവ്ഡ് ആയിട്ടുള്ളവരാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, ആകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും. അപ്പം അതങ്ങനെ ഒരു സൈഡിൽ നടക്കട്ടെ. എന്താണെങ്കിലും നമ്മുടെ ജാസ്മിൻ്റെ ആ ഒരു ഒറ്റപ്പെടലിന് ആശ്വാസമാക്കിക്കൊണ്ട് നമ്മുടെ റസ്മിൻ എത്തിയിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ഗബ്രിയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നാളെ എത്താൻ പോകുകയാണ്. ഓൾറെഡി കയറി കഴിഞ്ഞു. നാളത്തെ ലൈവിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇനി ഇവരൊക്കെ വന്നതിന് ശേഷം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സീരിയൽ താരങ്ങൾ, നമ്മുടെ യുവയും അതുപോലെ തന്നെ രക്ഷയും എത്തിയിരിക്കുകയാണ്. അവരുടെ പുതിയ ഏഷ്യാനെറ്റ് പുതിയ സീരിയൽ, അതായത് ബിഗ് ബോസ് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങാൻ പോകുന്ന പുതിയൊരു സീരിയലിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് സീരിയൽ താരങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു സർപ്രൈസ് എൻട്രിയാണ് അവർ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സീസൺ മൊത്തത്തിൽ അവിഞ്ഞു പോയെങ്കിലും സിനിമ പ്രൊമോഷനും സീരിയൽ പ്രൊമോഷനും മാക്സിമം നടത്തുന്നുണ്ട്. അതെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് കരുതിയിട്ടാവണം മാക്സിമം സിനിമ പ്രൊമോഷൻ ആണെങ്കിലും സീരിയൽ പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിലും നടത്താൻ ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ബിസിനസ് അവർ മാക്സിമം നോക്കുന്നുണ്ട്. അതല്ലാതെ ഒരു കണ്ടൻ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ 6ൻ്റെ ഒരു മികവ് കാണിക്കാൻ വേണ്ടി ബിഗ് ബോസിന് പറ്റിയില്ലെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിന് സാധിക്കുന്നുണ്ട്. എന്തായാലും ലൈവിൽ ഇപ്പം ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കയറിയ കണ്ടസ്റ്റൻസും എല്ലാവരും തന്നെ പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പുറത്തെ കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് പല ക്ലൂകളും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സീസണിൻ്റെ ഫെയിലർ ആകാൻ, അല്ലെങ്കിൽ ഈ സീസൺ എന്തുകൊണ്ട് മികച്ച രീതിയിൽ പോകുന്നില്ല എന്ന്, നമുക്ക് എന്തൊക്കെ പാളിച്ചകളാണ് പറ്റിയത്, പവർ റൂമിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു, എന്ത് ചെയ്തില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഡിസ്കഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി റസ്മിനാണ് വന്നിരിക്കുന്നത്. ഇനി അപ്സരയും അതുപോലെ തന്നെ രതീഷും വരാനുണ്ട് ഈ ഒരു സീസൺ 6ലേക്ക്. ഇന്നത്തെ ദിവസം റീ എൻട്രി നടത്താൻ പോകുന്നത് ഇവരൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.